മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന് KCAയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. സഞ്ജുവിനെ പിന്തുണച്ചതിനാണ് വിശദീകരണം തേടിയത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നും KCA. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ രാജ്, ഏത് തരത്തിലാണ് ഇപ്പോൾ ശ്രീശാന്തിന് എതിരെ KCA നോട്ടീസ് അയച്ചിരിക്കുന്നത്? സ്വാതി, ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നിന്ന് സഞ്ജു സാംസണിനെ ഒഴിവാക്കിയതിന് പിന്നാലെ KCAക്കെതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു. KCAയുടെ ഇടപെടൽ മൂലമാണ് സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്ന വിമർശനം. പല കളി വിദഗ്ധരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തി. പക്ഷേ KCA ഇത് പൂർണ്ണമായും നിരാകരിക്കുകയും ഏതെങ്കിലും തരത്തിൽ KCA ഇതിനകത്ത് ഇടപെട്ടില്ലെന്നും വിശദീകരിച്ചു. പക്ഷേ ആ സമയത്താണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പ്രതികരണം വരുന്നത്. സഞ്ജു ഒരു രാജ്യാന്തര താരമാണ്, അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ക്രൂശിക്കരുത് എന്ന തരത്തിലായിരുന്നു ശ്രീശാന്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഇത് KCAയുടെ നിലപാടിനെതിരായിട്ടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീശാന്തിനെതിരെ KCA ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. നിലവിൽ KCAയുമായി കരാറുള്ള താരമാണ് ശ്രീശാന്ത്. കൊല്ലം ക്രിക്കറ്റ് ടീമിന്റെ ഉൾപ്പെടെ ചുമതല വഹിക്കുന്ന ആളാണ്. KCAയുമായി നേരിട്ട് കരാറുള്ള ആളെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ശ്രീശാന്തിനെതിരെ KCA വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു പരാമർശം നടത്താനുള്ള സാഹചര്യം എന്താണ്? സഞ്ജു എടുത്ത നിലപാട് അത് വിമർശനമായി ഉണ്ടായിരുന്നൊരു പശ്ചാത്തലത്തിൽ അതിനെ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നത് KCA മോശമായി ചിത്രീകരിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ KCA രംഗത്തെത്തിയിട്ടുള്ളത്. 7 ദിവസത്തിനകം ശ്രീശാന്ത് മറുപടി നൽകണമെന്നാണ് ഇക്കാര്യത്തിൽ KCA ആവശ്യപ്പെട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു പങ്കെടുക്കാത്തത് മൂലമാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതെന്നായിരുന്നു ആരോപണം. സഞ്ജു ആ ടൂർണമെന്റിന്റെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ സഞ്ജുവിന് ആ വിജയ് ഹസാരെ ടൂർണമെന്റിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം മെയിൽ അയച്ചിരുന്നു. പക്ഷേ അത് വകവെക്കാതെയായിരുന്നു സഞ്ജുവിനെ ഉൾപ്പെടുത്താതെ വിജയ് ഹസാരെ ടൂർണമെന്റിൽ കേരളം മത്സരിക്കാൻ ഇറങ്ങിയത്. പക്ഷേ സഞ്ജുവിന് താല്പര്യമുണ്ടായിട്ട് കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരിക്കുകയും പിന്നീട് അത് മാനദണ്ഡമായി വന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കി